യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. എല്ലാ പ്രേക്ഷകരെയും യേശുവിൻ്റെ വന്യനാമത്തിൽ പരിശുദ്ധ സ്നേഹത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോയമ്പിൻ്റെ വലിയ ആഴ്ചയിലേക്ക് കടന്നു കഴിഞ്ഞു. ഓശാന ഞായറാഴ്ചയിൽ നമ്മൾ ദേവാലയങ്ങളിൽ പോയി ബലിയർപ്പിച്ചു, ഓശാന പാടി, ദൈവത്തെ മഹത്വപ്പെടുത്തി, കുരുത്തോലകളൊക്കെ വാങ്ങി വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ദേവാലയത്തിലേക്ക് പോയ കുഞ്ഞുങ്ങളൊക്കെ കുരുത്തോലമൊക്കെ ആയിട്ട് മടങ്ങി വരുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിയായി തീരുവാനും മുറിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ സഹിക്കാനും മുറിക്കപ്പെടാനും സ്വന്തം ശരീരരക്തങ്ങൾ പങ്കുവെച്ചു കൊടുക്കാനുമായി ജനിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഈ വലിയ ആഴ്ചയിൽ നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവമൊക്കെ ഏറെ ധ്യാനിക്കുന്ന സമയമാണ്. നമ്മൾ ധ്യാനിക്കണം. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും കടന്നു പോകുന്ന ധാരാളം മക്കളുണ്ട്. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും അസമാധാനത്തിൻ്റെ അന്തരീക്ഷം, വേദനിക്കുന്ന ധാരാളം മനുഷ്യർ, പട്ടിണി കിടക്കുന്നവർ പോലും അനേക രാജ്യങ്ങളിലുണ്ട്. സ്വന്തം ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി കൊടുത്തിട്ട് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാതാപിതാക്കന്മാരുണ്ട്. അനാഥാലയങ്ങളിൽ കഴിയുന്നവരും തെരുവിലും കടത്തിണിൽ കഴിയുന്നവരും. അല്ല, എവിടെ നോക്കിയാലും സ്നേഹത്തിൻ്റെ ഒരു ശൂന്യത, സ്നേഹം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ സമൂഹം ഇന്ന് കടന്നു പോവുകയാണ്. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് ലോകത്തിൻ്റെ രക്ഷകനായിട്ട് വന്ന യേശു അധികാരികളുടെ മുൻപിൽ അറക്കപ്പെടാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നുകൊടുത്തു. അവൻ ഉരിയാടിയില്ല, അവൻ എതിർത്തില്ല. കാരണം അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് സഹിക്കാൻ വേണ്ടിയാ. പീഡകൾ സഹിക്കാനും കുരിശിൽ മരിച്ച് തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ചു തരാൻ വേണ്ടിയായിരുന്നു. തൻ്റെ പീഡാസഹനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് യേശു ശിഷ്യന്മാരോടൊപ്പം അത്താഴം ഭക്ഷിക്കുന്നുണ്ട്. അന്ത്യ അത്താഴവേളയിൽ, ആ അത്താഴവേളയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശു ആദ്യം ചെയ്ത പ്രവൃത്തി തൻ്റെ കുപ്പായം അഴിച്ചു മാറ്റി. എന്നിട്ട് ഒരു തുവാല തൻ്റെ അരയിൽ ചുറ്റി, മേലങ്കി എടുത്തു മാറ്റി അരയിൽ തുവാല ചുറ്റി. എന്നിട്ടോ തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ അവിടുന്ന് കഴുകി തുടങ്ങുകയാണ്. യോഹന്നാൻ 13:1 പറയുന്നു, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയ വികാര നിർഭരമായ
ഒരു അന്തരീക്ഷമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായിട്ട് ഓരോ ശിഷ്യന്മാരുടെയും കാൽപാദങ്ങൾ കർത്താവ് കഴുകുന്ന ദൃശ്യം നമ്മൾ കാണുകയാണ്. യേശു യൂദാസിൻ്റെ കാൽപാദവും കഴുകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13:2 പറയുന്നുണ്ട്, അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയാത്തോടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. യൂദാസിൻ്റെ ഉള്ളിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി ശക്തമായ ഒരു ചിന്ത പിശാച് കൊടുക്കുകയാണ്. യൂദാസിൻ്റെ മനസ്സിനെ പിശാച് കീഴ്പ്പെടുത്തി. യൂദാസിൻ്റെ മേൽ പിശാച് ആധിപത്യം ഏറ്റെടുത്തു. ഈ യൂദാസിൻ്റെ കാൽപാദവും യേശു കഴുകുകയാണ്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ്റെ കാൽപാദങ്ങൾ കഴുകുന്ന യേശു മാനവരാശിയുടെ മുൻപിൽ ഏതൊരു ഗുരുവിനും കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മാതൃക. വലതുകരണത്തടിക്കുന്നവന് ഇടതുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച യേശു അതുപോലെ തന്നെ മുഖം കാണിച്ചു കൊടുത്തവന്. തന്നെ പീഡിപ്പിച്ചവർക്ക് മുൻപിൽ രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു കൊടുത്തു. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അവൻ നിലവിളിച്ചില്ല, അവൻ ആരെയും ആക്ഷേപിച്ചില്ല, നിന്ന് സഹിക്കുകയാണ്. യൂദാസിന്റെ കാൽപാദം കഴുകിയ യേശു നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ മാതൃകയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സൊന്ന് ചിന്തിച്ചേ. നമ്മളെ വേദനിപ്പിച്ച പ്രിയപ്പെട്ടവർ ഉണ്ടാകാം. മാതാപിതാക്കന്മാർ, ജീവിത പങ്കാളി, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്നേഹിതർ, അധികാരികൾ, നമ്മൾ ഏറ്റവും സ്നേഹിച്ചവർ ഒരുപക്ഷെ നമ്മളെ വഞ്ചിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം തകർക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരുണ്ട്. നമ്മുടെ സൽപ്പേര് സമൂഹത്തിൽ തീർത്തു കളഞ്ഞവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവർക്ക് വേണ്ടി നമുക്ക് ക്ഷമ കൊടുക്കാം. നമ്മളെ ദ്രോഹിച്ചവർക്ക് നിരുപാധികം നമുക്ക് മാപ്പ് കൊടുക്കാം. തൻ്റെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ്റെ കാൽപാദം കഴുകിയ യേശു, ആ പാദങ്ങളിൽ യേശു ചുംബിച്ചിട്ടുണ്ട്. ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി നമുക്ക് സ്വീകരിക്കാം. ആ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത്. നിന്നെ പീഡിപ്പിച്ചവർക്കെല്ലാം നിരുപാധികം നീ ക്ഷമ കൊടുക്കുവാൻ ഒന്ന് തീരുമാനമെടുക്കുക. ഈ പെസഹ വ്യാഴ്ച നീ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം അതാണ്. ക്ഷമിക്കുവാൻ, ശത്രുവിന് മാപ്പ് കൊടുക്കുവാൻ, പീഡിപ്പിച്ചവരെ അനുഗ്രഹിക്കാൻ നീ തീരുമാനമെടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല തീരുമാനമാണ്. യൂദാസിന് ഒരവസരമുണ്ടായിരുന്നു. ഗുരു കാൽപാദങ്ങൾ കഴുകിയപ്പോൾ അവന് പറയാമായിരുന്നു, ഗുരുവേ, തെറ്റിപ്പോയി എനിക്ക്, ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവനാ, എന്നോട് കരുണയാകണമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. യൂദാസിന് ഒരു വാതിൽ അവൻ തന്നെ അവിടെ അടച്ചു. സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു. ആ ദൈവമാ യൂദാസിൻ്റെ കാൽപാദം കഴുകിയത് എന്ന വലിയ തിരിച്ചറിവിലേക്ക് നമ്മുടെ മനസ്സും ബോധവും ഉണരേണ്ടിയിരിക്കുന്നു. സൃഷ്ടാവ് സൃഷ്ടിയുടെ കാൽപാദങ്ങൾ കഴുകുന്ന മനോഹരമായ കാഴ്ച, അതിമനോഹരമായ കാഴ്ച, ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഇത്. തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവരെ കാൽപാദങ്ങൾ കഴുകുന്ന ഗുരു. ഓരോ ശിഷ്യന്മാരുടെയും കാൽപാദങ്ങൾ കഴുകി കർത്താവ് കടന്നു പോകുക. അന്ത്രയോസും യാക്കോബും തോമസും യോഹന്നാനും എല്ലാവരുമുണ്ട്. ഗുരു കാൽപാദങ്ങൾ കഴുകുമ്പോൾ അവരുടെയൊക്കെ ഹൃദയം വിതുമ്പുന്ന ഒരനുഭവം. സ്നേഹം കൊണ്ട് അവരെ പൊതിയുക. എത്രമാത്രം ഒരു ഗുരുവിന് താഴാൻ സാധിക്കുമോ അത്രമാത്രം എളിമയിലേക്ക്, താഴ്മയിലേക്ക് കടന്നു വരുന്ന ഗുരുവിനെ കണ്ട്
വിങ്ങുന്ന മനസ്സോടെയാ, വിതുമ്പുന്ന ചുണ്ടുകളോടെയാ പല ശിഷ്യന്മാരും യേശുവിന് മുൻപിലേക്ക് കാൽപാദങ്ങൾ നീട്ടിപ്പിടിച്ചത്. യേശു സഭയുടെ തലവനായി തീരുമാനിച്ച, സ്വർഗത്തിൻ്റെ താക്കോലുകൾ ഏൽപ്പിച്ചു കൊടുത്ത പത്രോസ് അപ്പസ്തോലൻ്റെ അടുക്കൽ യേശു മുട്ടുകുത്തി. ആ കാൽപാദങ്ങൾ കഴുകുവാൻ തുടങ്ങുമ്പോൾ അപ്പസ്തോലൻ പറയുന്നു, ഗുരുവേ, അങ്ങൻ്റെ കാൽപാദം കഴുകണ്ട. എൻ്റെ കാൽപാദം കഴുകിയോ? അത് പത്രോസിന് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല. യേശു പറഞ്ഞു, പത്രോസ് തടസ്സം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. യേശു നമ്മെ കഴുകണം. കഴുകുന്നത് എന്തിനു വേണ്ടിയാ? അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാ ഒരു കഴുകലിൻ്റെ ആവശ്യകത. യേശുവിൻ്റെ ഏറ്റവും വലിയ മനസ്സവിടെ വെളിപ്പെടുകയാണ്. 3 പ്രാവശ്യം പത്രോസ് തന്നെ തള്ളിപ്പറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ പത്രോസിൻ്റെ കാൽപാദങ്ങൾ യേശു കഴുകിയത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഞാൻ നിന്നെ കഴുകും, നിനക്കെന്നോടുകൂടെ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹനങ്ങളിൽ എന്നോടുകൂടെ നീയും സഹിക്കാനുണ്ടാവണം. ഞാനെങ്ങനെ സഹിച്ചോ, ഞാൻ ഏത് വഴിയിലൂടെ കടന്നുപോയോ ആ വഴിയിലൂടെ നീയും കടന്നു പോകേണ്ടി വരും. ഇത് വലിയ ഒരു വെളിപാടാ യേശു നമുക്ക് തരികയാണ്. ഞാൻ നിന്നെ കഴുകുക എന്ന് പറഞ്ഞാൽ, ഞാൻ കഴുകുന്നതിലൂടെ എൻ്റെ രക്തം നിന്നിലേക്ക് ഒഴുക്കും, ഞാൻ നിന്നെ കഴുകും, നിന്നെ വിശുദ്ധീകരിക്കും. അതിലൂടെ എൻ്റെ വിശുദ്ധിയിൽ നിനക്ക് പങ്കുചേരും. എൻ്റെ വിശുദ്ധിയോട് നീ ചേരുകയാ, എൻ്റെ സഹനത്തോട് നീ പങ്കുചേരുകയാ. യേശുവിൻ്റെ കഴുകൽ ഏറ്റുവാങ്ങുന്ന വ്യക്തികൾ സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോയേ മതിയാവത്തുള്ളൂ. നീ യേശുവിൻ്റെ കഴുകൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹനത്തിനു വേണ്ടി നിന്നെ തന്നെ നീ സമർപ്പിക്കണം. രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ കൈകൾ കെട്ടപ്പെട്ട് ശരീരമെല്ലാം മുറിവേറ്റ് രക്തത്തിൽ പുരണ്ട മേലങ്കി ധരിച്ചുകൊണ്ട് തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ നിസ്സഹായനായി നിൽക്കുന്ന യേശു, ആ യേശുവിനെ പോലെ നീ നിന്നുകൊടുക്കേണ്ടി വരും. യേശു നിന്നെ കഴുകിയാൽ, യേശു നിന്നെ കഴുകിയാൽ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് നിന്നെ അവൻ വിട്ടുകൊടുക്കും. യേശുവിൻ്റെ കഴുകൽ സഹനത്തിൻ്റെ വെന്തുതീറുന്ന വഴികളിലൂടെ നിന്നെ നടത്തിക്കൊണ്ട് തന്നെയാണ് നിന്നെ അവൻ കഴുകാനായിട്ട് പോകുന്നത്. മാക്സിമിലിയൻ കോൾവേ എന്ന ഒരു വിശുദ്ധനുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ നാളുകളിൽ സ്വന്തം ജീവൻ തൻ്റെ തടവറയിലുണ്ടായിരുന്നൊരു സഹോദരന് വേണ്ടി കൊടുത്ത വ്യക്തിയാണ് മാക്സിമിലിയൻ കോൾവേ. അദ്ദേഹം വലിയ ഒരു വിശുദ്ധനാണ്. ഈ മാക്സിമിലിയൻ കോൾവേ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഭീകരമായ മർദ്ദനങ്ങളിലൂടെ കാരാഗ്രഹത്തിലുള്ളവർ കടന്നു പോകുകയാണ്. അവിടെ വെച്ച് ജയിലിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെട്ടു. അതിന് പകരമായിട്ട് 10 തടവുകാരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലും. 10 തടവുകാരെ പട്ടാളക്കാർ തെരഞ്ഞു മാറ്റി നിർത്തുമ്പോൾ ഫ്രാൻസിസ് ഗയോണിഷ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നിലവിളിച്ചു, എന്നെ കൊല്ലരുത്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്. വാവിട്ട മനുഷ്യൻ നിലവിളിക്കുമ്പോൾ ആ തടവറയിൽ ഉയർന്നു കേട്ട ഒരു സ്വരമാണ് മാക്സിമിലിയൻ കോൾവയുടെ സ്വരം.
ആ മനുഷ്യന് പകരമായിട്ട് എന്നെ കൊന്നുകൊള്ളുക. ഇതൊരു കഴുകല. ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുക. അവൻ കഴുകിയാൽ അവൻ്റെ സഹനത്തോട് നീ ചേർന്ന് നിൽക്കേണ്ടി വരും. തടവറയിൽ അടയ്ക്കപ്പെട്ടു. 72ഓളം ദിവസങ്ങൾ പീഡിപ്പിക്കപ്പെട്ട് പട്ടിണിയിട്ട് 9 പേര് മരിച്ചു. ആ തടവറയിലുണ്ടായിരുന്ന മാക്സിമിലിയൻ കോൾബെ എന്ന കപ്പൂച്ചിൻ പുരോഹിതൻ്റെ ശരീരത്തിലേക്ക് അവർ വിഷദ്രാവകം കുത്തിവെച്ച് ആ വിശുദ്ധനായ വൈദികനെ കൊന്നുകളഞ്ഞു. അന്ന് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാളാണ്. മാക്സിമിലിയൻ കോൾബെ സ്വർഗത്തിൽ കർത്താവിനോടൊത്തായി തീർന്നു. കാലങ്ങൾ കടന്നുപോയി. വിശുദ്ധനായ ജോൺ പോൾ II മാക്സിമിലിയൻ കോൾബയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നൊരു ചടങ്ങ് റോമിൽ നടക്കുമ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. വിശിഷ്ട അതിഥികളിരിക്കുന്ന ഭാഗത്തു നിന്ന് ഫ്രാൻസിസ് ഗ്രൗണിഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എണീറ്റ് നിന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ മനുഷ്യൻ കരമുയർത്തിപ്പിടിച്ച് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയാണ് മാക്സിമിലിയൻ കോൾബെ പകരക്കാരനായിട്ട് മാറിയത്. യേശു നിന്നെ കഴുകിയാൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി പകരക്കാരനായിട്ട് തീർന്നേ പറ്റൂ. യേശു നിന്നെ കഴുകിയാൽ അവൻ്റെ മുറിവിനോട് നിന്നെ ചേർത്ത് വെച്ചേ മതിയാവൂ. യേശു നിന്നെ കഴുകിയാൽ അവൻ നടന്ന സഹനത്തിൻ്റെ വഴികളിലൂടെ നീ നടന്നേ മതിയാവത്തുള്ളൂ. യേശു നിന്നെ കഴുകിയാൽ കുരിശിൻ്റെ വഴിയിലൂടെ കുരിശുമായിട്ട് ഒരു യാത്രക്കായിട്ട് അവൻ നിന്നെ തെരഞ്ഞെടുത്തുവെന്ന് നീ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മാക്സിമിലിയൻ കോൾബെ ഇന്ന് വിശുദ്ധനായിട്ട് നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. സഭയുടെ അൾത്താരകളിൽ അദ്ദേഹത്തിൻ്റെ രൂപം വെച്ച് വണങ്ങുന്നുവെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, അദ്ദേഹം തൻ്റെ സഹോദരന് വേണ്ടി പകരക്കാരനായിട്ട് മാറി. തൻ്റെ സഹോദരന് വേണ്ടി ജീവൻ കൊടുത്തു. അനേകർ സഭയിൽ ജീവൻ കൊടുത്ത ധീര രക്തസാക്ഷികളുണ്ട്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. കടന്നുപോകൽ. ലോകത്തിൻ്റെ മനുഷ്യനായി ജീവിക്കുന്ന വ്യക്തി ദൈവരാജ്യ മനുഷ്യനായിട്ട് മാറുന്ന ഒരു കടന്നുപോകൽ. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനത്തെ മോശ പ്രവാചകരുടെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കാനാൻ ദേശത്തേക്കുള്ള ആ യാത്രയിൽ ആ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മോശയെ തൻ്റെ ഉപകരണമാക്കി മാറ്റി. ഒരു കടന്നുപോകൽ. കഷ്ടതയിൽ നിന്ന്, സഹനത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുപോകൽ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. യഥാർത്ഥമായ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിന്റെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അവൻ്റെ കുരിശുമരണത്തിൻ്റെ രക്തം ചിന്തലിൻ്റെ യോഗ്യതയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, രക്ഷയുണ്ട്, അനുഗ്രഹമുണ്ട്. നമ്മൾ ഒരു കടന്നുപോകലിലൂടെയാണ്. അവൻ നടന്ന വഴികളിലൂടെ, സഹനത്തിൻ്റെ കനൽപാതകളിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകണം. യേശു ആരെ കഴുകിയോ അവർക്ക് മുൻപിൽ സഹനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അവിടെ മുൻപിൽ സഹനങ്ങൾ കാത്തിരിക്കുന്നു എന്ന ആഴമായ തിരിച്ചറിവിൻ്റെ ആത്മീയ ബോധ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. പത്രോസിനോട് യേശു പറയുക, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഒരു പങ്കുമില്ല. യേശു എന്നെയും നിങ്ങളെയും കഴുകണം. അതിനുവേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം, നമ്മളെ സമർപ്പിക്കണം. അവൻ നമ്മെ കഴുകട്ടെ. അത് ഒരു കടന്നുപോകലാണ്. ഇനി അവസാനം എൻ്റെയും നിങ്ങളുടെയും ഒരു കടന്നുപോകലുണ്ട്. നിത്യജീവനിലേക്കുള്ള ഒരു കടന്നുപോകൽ. ഈ ലോകം വിട്ട് നിത്യജീവനിലേക്കുള്ള ഒരു കടന്നുപോകലുണ്ട്. നമ്മുടെ ആത്യന്തികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതാണ്. നിത്യതയിൽ ദൈവത്തോടുകൂടെ എന്നുമായിരിക്കണം. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും
മാറ്റം വരുത്തേണ്ട എന്തെങ്കിലുമൊക്കെ മേഖലയുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. യേശു തന്നെ തന്നെ ക്രൂശ് മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് മുൻപാണ് പെസഹായിൽ തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്നത്. തൻ്റെ കുരിശു മരണത്തിന് മുൻപ് യേശു എത്രമാത്രം താഴാമോ അത്രമാത്രം താണ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ ഒക്കെ കഴുകുകയാണ്. നമുക്കും ഇവിടെ വലിയൊരു ചിന്ത യേശു തരുന്നുണ്ട്. നീ എളിമയിലേക്ക് വരിക. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ എളിമപ്പെടുക, താഴ്മയിലേക്ക് വരിക. യേശു തൻ്റെ ശരീരം തകർക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുക. അന്ത്യത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. പാനപാത്രം ഉയർത്തി എന്നിട്ട് യേശു പറയുക, ഇത് എൻ്റെ രക്തമാണ്, അനേകരുടെ ജീവന് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൻ്റെ പുതിയ ഉടമ്പടി. യേശു ഒരു രക്തത്തിൻ്റെ ഉടമ്പടി നമ്മളോട് വെച്ചിരിക്കുകയാണ്. യേശു ഒരു രക്ത ഉടമ്പടി നമുക്ക് തന്നിരിക്കുകയാണ്. ഈ രക്ത ഉടമ്പടിയാണ് കഴുകലിലേക്ക് നമ്മളെ നയിക്കുന്നത്. പാപത്തിലും അശുദ്ധിയിലും തിന്മകളിലും ആയിരിക്കുന്ന നമ്മളെ യേശു തൻ്റെ രക്തം കൊണ്ട് തന്നെയാണ് കഴുകുന്നത്. ഹെബ്രായ ലേഖനം 9:22 രക്തം ചിന്താതെ പാപമോചനമില്ല. അശുദ്ധിയിൽ നിന്നും ആസക്തിയിൽ നിന്നും നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തമാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13:1 പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും എല്ലാ അശുദ്ധിയിൽ നിന്നും പാപത്തിൽ നിന്നും കഴുകി വിശുദ്ധീകരിക്കുവാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ആ ഉറവ ക്രിസ്തുവാണ്. അവൻ്റെ ശരീരത്ത് ഉണ്ടായ ഓരോ മുറിവിലൂടെയും തിരുരക്തമൊഴുകി അവസാനം കുത്തിപ്പിളർക്കപ്പെട്ട നെഞ്ചിലൂടെ രക്തവും വെള്ളമൊഴുകിയെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ തന്നെ അവരെ നോക്കി നിൽക്കും എന്ന വചനവും യാഥാർത്ഥ്യമായിട്ട് മാറി. നമ്മളെ യേശു കഴുകുകയാണ്. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. യേശുവിൻ്റെ രക്തത്തിന് ജീവനുണ്ട്, ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തമാണ് സകല പാപത്തിൻ്റെ കറകളും കഴുകുന്നത്. അത്താഴ സമയത്ത് യേശു തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ചു തന്നു. ആ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങളൊക്കെ യേശു കഴുകുക. ആ കഴുകലിൻ്റെ പിന്നിൽ വലിയൊരു അർത്ഥമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയൊക്കെ അവൻ കഴുകി വിശുദ്ധീകരിക്കുകയാണ്. അപ്പവും വീഞ്ഞും അവർക്ക് പങ്കുവെച്ചു നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പെസഹായിലെ ഏറ്റവും വലിയ ആഘോഷം അതുതന്നെയാണ് വിശുദ്ധ കുർബാന സ്ഥാപനം. കൂദാശയായ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടു. ഇനി ഈ ബലി പൂർത്തീകരിക്കപ്പെടുന്നത് ക്രൂശിൽ ക്രിസ്തു സഹിച്ചു, അവിടെ ബലിയായി അവൻ മരിച്ചു. അവിടെയാണ് വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത്. ഒഴുകപ്പെട്ട രക്തം അത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആഴമായ ഒരു അനുതാപത്തിലേക്ക് നമുക്ക് വരാം. ഈ വലിയ ദിനം ഒരു വലിയ കഴുകൽ നമ്മളിൽ സംഭവിക്കട്ടെ. അനുതാപത്തിൻ്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ നമുക്ക് ഒഴുക്കാം.
കർത്താവിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് നമുക്ക് തയ്യാറാവാം. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി. നമുക്ക് യേശുവിൻ്റെ കാൽപാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകാം. പാപിനിയായ സ്ത്രീ സുഗന്ധതൈലമൊഴിച്ച് യേശുവിൻ്റെ കാൽപാദങ്ങൾ കഴുകി. തൻ്റെ കണ്ണുനീരുകൊണ്ട് കഴുകി മുടി കൊണ്ട് കാൽപാദങ്ങൾ തുടച്ചു. നമുക്ക് കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ മുറിവേറ്റ കാൽപാദങ്ങൾ കഴുകാം. ആ കഴുകലിലൂടെ മാത്രമേ ആഴമായ ഒരു അനുതാപത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ, ദൈവ ഐക്യത്തിലേക്ക് നമ്മൾ കടന്നു വരത്തുള്ളൂ. ഈ കഴുകലിലൂടെ നമ്മൾ യേശുവുമായിട്ട് താതാത്മ്യപ്പെടുകയാണ്. കഴുകുന്ന വ്യക്തിയെ സഹനത്തിലേക്കാണ് കർത്താവ് വിളിക്കുന്നത്. സഹനങ്ങളിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ഒന്നാവുകയാണ്. അവൻ്റെ കഴുകലിന് വേണ്ടി നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ഇത് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു വേളയാണിത്. യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് മാത്രം വിധേയപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ ബലിയായി സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:14, നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. നിങ്ങൾ പരസ്പരം കാൽപാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു വന്നു. അത് എളിമയുടെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, തൻ്റെ തന്നെ ജീവൻ പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് യേശു നൽകിയത്. ഓരോ ക്രിസ്തു വിശ്വാസിയും യേശുവുമായിട്ട് ഐക്യപ്പെട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് വരണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. യേശു ആരെയൊക്കെ കഴുകിയോ അവരൊക്കെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നിനക്ക് നയിക്കണമെങ്കിൽ യേശു നിന്നെ കഴുകണം. നീ കഴുകാൻ നിന്നുകൊടുത്താൽ ഉറപ്പാണ് സഹനത്തിൻ്റെ വഴികളിലൂടെ നീ നടന്നേ മതിയാവത്തുള്ളൂ. അതിനുശേഷമോ ബലിയായിത്തീരുന്ന ഒരു ജീവിതാനുഭവത്തിലൂടെ നീ കടന്നു പോകും. ഇതാണ് ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം. അതിനപ്പുറം ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഒന്നായിട്ട് ചേരുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നമുക്ക് വലിയ അനുഗ്രഹമായി തീർന്നു. ഈ പെസഹ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് മാറട്ടെ. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ക്രിസ്തുവിൻ്റെ സഹനത്തോട് പങ്കുചേരാം. അതിൻ്റെ അപ്പുറമുണ്ട് ഉയർപ്പ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ.